ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സച്ചിയും അർച്ചനയും കൂടി സ്നേഹ പോയത് എവിടേക്കാണ് എന്നറിയാനായി ആ ഓട്ടോയെ പിന്തുടർന്ന് വന്നപ്പോൾ അത് കാണാതായതോടെ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി ഒരു ജംഗ്ഷനിലെത്തി അവർ വണ്ടി നിർത്തി. അവിടെയുള്ള കടയിൽ കയറി സച്ചി അന്വേഷിച്ചു. ഈ പരിസരത്ത് എവിടെയെങ്കിലും ധനുഷ് എന്ന് പറയുന്ന ആ പേരുള്ള വ്യക്തി ആരെങ്കിലും താമസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരാൾ ഇവിടെയെങ്കിലും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും താമസത്തിന് എത്തിയിട്ടുണ്ടോ, എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ആരും ഇവിടെയായിട്ടില്ല, അല്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് ഒന്ന് അന്വേഷിച്ച് നോക്കുക എന്ന് ആ കടക്കാരൻ അറിയിച്ചു. അപ്പോഴേക്കും അർച്ചന അവിടേക്ക് സച്ചിയുടെ അരികിലേക്ക് എത്തി ചോദിച്ചു, എന്താ സച്ചിയേട്ടാ, എന്താ പറഞ്ഞത്? ഉടനെ സച്ചി പറഞ്ഞു, അതെ, അങ്ങനെ ആരും ഇവിടെ താമസത്തിനില്ല എന്നാ പറഞ്ഞത്. ധനുഷ് എന്ന പേരുള്ള ആരും തന്നെ ഇവിടെ താമസത്തിന് എത്തിയിട്ടില്ലെന്നാണ് അവർ അറിയിച്ചതെന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു, അല്ല, അവൻ ഇന്നേ വരെ അവന്റെ യഥാർത്ഥ പേരിൽ എങ്ങും തന്നെ അവൻ താമസിക്കാറില്ലല്ലോ. അവൻ ഏതേലും പേരിലായിരിക്കാം ഇപ്പൊ ഇവിടെ താമസിക്കുന്നതെന്ന് അർച്ചന സച്ചിയോട് അറിയിച്ചു. എന്തായാലും വാ സച്ചിയേട്ടാ, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അർച്ചന സച്ചിയെ വിളിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അർച്ചനയുടെ മുന്നിലൂടെ ഒരു ഓട്ടോ പോകുന്നത് കണ്ട് അർച്ചന സംശയത്തോടെ സച്ചിയോട് പറഞ്ഞു, സച്ചിയേട്ടാ, ആ ഓട്ടോയിലല്ലേ സ്നേഹ വന്നത്? അത് കേട്ടതും സച്ചി ചോദിച്ചു, സത്യാണോ അർച്ചന, തനിക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു, അതെ സച്ചിയേട്ടാ. സച്ചിൻ ഏതായാലും വണ്ടി എടുക്ക്. അങ്ങനെ അവർ രണ്ടുപേരും ആ ഓട്ടോക്കാരനെ ഫോളോ ചെയ്തു. അവസാനം ആ ഓട്ടോക്കാരൻ വണ്ടി നിർത്തിയതും വേഗം അർച്ചനയും സച്ചിയും കൂടി അയാളുടെ അരികിലെത്തി വിവരങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ ധനുഷ് താമസിക്കുന്ന സ്ഥലം അവർ മനസ്സിലാക്കുന്നു. പിന്നീട് കാണുന്നത് നെല്ലിശ്ശേരിയിൽ ഒന്നും അറിയാത്തതുപോലെ സേതുമാധവൻ ഇരിക്കുന്നത് കണ്ട് അവന്തിക ഒരു കാര്യവും തനിക്കറിയില്ല എന്ന രീതിയിൽ അവിടെ എല്ലായിടത്തും ആ ഹാളിലേക്ക് ഇറങ്ങി വന്ന് സ്നേഹ സ്നേഹ എന്ന് ഉറക്കെ വിളിച്ചു. പക്ഷേ സ്നേഹയുടെ ശബ്ദം പോലും കേൾക്കാനില്ലെന്ന് കണ്ടവിടെ വീണ്ടും സംശയത്തോടെ സ്നേഹ എന്ന് വിളിക്കുമ്പോൾ ഇത് കേട്ടിരുന്ന സേതുമാധവൻ പറഞ്ഞു, സ്നേഹ ഇവിടെ ഇല്ലല്ലോ, അവള് ഫ്രണ്ട്സിനെ കാണാനായിട്ട് പുറത്തു പോയിരിക്കുകയാണ്. അത് കേട്ടതും സ്നേഹ അവിടെ ഇല്ല എന്ന സേതുമാധവന്റെ മറുപടി കേട്ട് അരികിലേക്ക് എത്തി അവന്തിക പറഞ്ഞു, അച്ഛാ, അച്ഛനെ അവൾ പറ്റിച്ചിരിക്കുകയാണ്. അച്ഛനോട് കള്ളം പറഞ്ഞാണ് അവൾ പോയത്, മറ്റെങ്ങുമല്ല, അവൾ ധനുഷിനെ കാണാൻ പോയതാണ്. അത് കേട്ടതും സേതുമാധവൻ വേഗം ചാടി എഴുന്നേറ്റു. അവന്തികെ, നീ പറഞ്ഞ സത്യമാണോ എന്ന് ചോദിച്ചതും അവന്തിക പറഞ്ഞു, അതെ അച്ഛാ, അച്ഛനെ അവൾ പറ്റിച്ചതാണ്. അത് കേട്ടപ്പോഴേക്കും സേതുമാധവനാകെ ദേഷ്യമായി. അവന്തിക്ക് ഇക്കാര്യം നിനക്ക് അറിയാമായിരുന്നെങ്കിൽ നീ പിന്നെ എന്തുകൊണ്ടാണ് അവളെ തടയാതിരുന്നത് എന്ന് ചോദിച്ചതും സേതുമാധവനോട് അവന്തിക പറഞ്ഞു, എനിക്കിത് അറിയില്ലായിരുന്നു, എന്നോട് അവൾ പറഞ്ഞുമില്ല പോകുന്ന കാര്യം. പിന്നെ നീ എങ്ങനെയാണ് വിവരം അറിഞ്ഞത് എന്ന് സേതുമാധവൻ അവന്തികയോട് ചോദിച്ചു. അപ്പോഴാണ് അവന്തിക പറഞ്ഞത്, എന്നെ ധനുഷിന്റെ വീടിനടുത്തുള്ള എൻ്റെ ഒരു സുഹൃത്താണ് അവിടെ സ്നേഹയെ കണ്ടതായിട്ട് പറഞ്ഞത്. അതാ ഞാൻ ഇവിടെ വന്ന് സ്നേഹ തന്നെയാണോ എന്നറിയാനായി സ്നേഹയെ ഞാൻ വിളിച്ചതെന്ന് സേതുമാധവനോട് അവന്തിക കളവ് പറഞ്ഞു. ഉടനെ തന്നെ സേതുമാധവൻ തന്റെ ഫോൺ എടുത്ത് സച്ചിയെ വിളിക്കുന്നു. സച്ചി കോൾ എടുത്തതും സേതുമാധവൻ ഉടനെ സച്ചിയോട് പറഞ്ഞു, സച്ചി, നീ ഇപ്പൊ എവിടെയാ? അപ്പോഴേക്കും സച്ചി, ഞാൻ സിറ്റിയിലാണെന്ന് അറിയിച്ച ഉടനെ സേതുമാധവൻ പറഞ്ഞു, നീ ഇപ്പൊ എവിടെയാണെങ്കിലും ശരി, ഉടൻ തന്നെ നീ ധനുഷിന്റെ വീട്ടിലേക്ക് എത്തണം. അങ്ങോട്ട് സ്നേഹ പോയിട്ടുണ്ട്. എന്നോട് കളവ് പറഞ്ഞിട്ടാണ് അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം നീ അവിടെ ചെന്ന് അവളെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കണം. ഇനി അവൾ വരാൻ മടി കാണിച്ചാൽ അവളെ വലിച്ചിഴച്ചുകൊണ്ടാണെങ്കിലും നീ കൊണ്ടുവരണമെന്ന് സേതുമാധവൻ സച്ചിയോട് അറിയിച്ചു. അങ്ങനെ സേതുമാധവനും വിവരം അറിഞ്ഞു എന്നറിഞ്ഞ സച്ചി ഉടൻ തന്നെ അർച്ചനയോട് വിവരങ്ങൾ പങ്കുവച്ചു. അപ്പോഴേക്കും അവന്തിക തന്റെ ഉദ്ദേശം നടന്നതിന്റെ സന്തോഷത്തിൽ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നേരെ റൂമിലേക്ക് പോയി. അർച്ചനയും സച്ചിയും കൂടി വേഗം തന്നെ ധനുഷ് താമസിക്കുന്ന ആ വീട് ലക്ഷ്യം വെച്ച് പുറപ്പെടുമ്പോൾ അവന്തിക മറ്റാരും തന്റെ ഫോൺ കോൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേഗം മൂർത്തിയുടെ ഫോണിലേക്ക് വിളിച്ചു. കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മൂർത്തി കോള് വന്നത് കണ്ട് അറ്റൻഡ് ചെയ്തതും അവന്തിക പറഞ്ഞു, ഇപ്പോ സച്ചി അവിടേക്ക് എത്തും, പിന്നെ അവിടെ നടക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ആയിരിക്കണം എന്ന് മൂർത്തിയോട് അവന്തിക ഓർമ്മിപ്പിച്ചു. അത് കേട്ടതും മൂർത്തി അവന്തിക പറയുന്ന പോലെ തന്നെ ചെയ്യാമെന്ന് ഉറപ്പു നൽകി. അവന്തിക പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപടി നടപ്പിലാക്കാനുള്ള തീരുമാനത്തിൽ മൂർത്തി ഉറച്ചു നിൽക്കുമ്പോൾ ധനുഷിന്റെ തോളിലേക്ക് ചാരിയിരുന്ന് സ്നേഹ ധനുഷ് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ധനുഷ് സ്നേഹയോട് പറഞ്ഞു, നമ്മുടെ സ്നേഹം ഇല്ലാതാക്കാനായിട്ട് എന്തിനാണ് അർച്ചന ശ്രമിക്കുന്നതെന്നറിയില്ല. പരസ്പരം ഇത്രത്തോളം സ്നേഹിക്കുന്ന നമ്മളെ എന്തിനാണ് അർച്ചന ഇങ്ങനെ പിരിക്കാൻ നോക്കുന്നത്? എന്തായാലും നമ്മളുടെ രണ്ടുപേരുടെയും പരസ്പര സ്നേഹത്തിന്റെ ആഴവും വിശ്വാസ്യതയും ഒരിക്കൽ സച്ചിയും അർച്ചനയും ഒക്കെ തിരിച്ചറിയും. അന്ന് അവർ എൻ്റെ മുന്നിലെത്തി എന്നോട് മാപ്പ് പറയുകയും ക്ഷമ ചോദിക്കുകയും ഒക്കെ ചെയ്യും എന്ന് ധനുഷ് സ്നേഹയോട് പറഞ്ഞു. അത് കേട്ടതും സ്നേഹ പറഞ്ഞു,
ധനുഷ്, നിന്റെ ഈ ആഗ്രഹമൊക്കെ നടപ്പിലാകുന്നത് എന്നാണെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. അതിനു മുൻപ് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് വിവാഹിതരാകാം, അതാണ് നല്ലത്. നീ എന്നെയും കൂട്ടി ഒരു രജിസ്റ്റർ മാരേജ് നടത്തിയാൽ മതി, പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ധനുഷ് പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ എനിക്ക് വിരോധമൊന്നും തന്നെയില്ല. പക്ഷേ അതുമൂലം പ്രശ്നത്തിലാകുന്നതും നാണക്കേട് അനുഭവിക്കേണ്ടി വരുന്നതും നിന്റെ അച്ഛനും ഏട്ടനും ഒക്കെയാണ്. അവർക്ക് അങ്ങനെ ഒരു നാണക്കേട് ഉണ്ടാക്കി വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാവരുടെയും സമ്മതത്തോടെ തന്നെ നമ്മുടെ വിവാഹം നടക്കും, എനിക്ക് ഉറപ്പാണ്. നമ്മൾ ഇത്രത്തോളം സ്നേഹിക്കുന്ന നമ്മുടെ ഈ സ്നേഹം കണ്ടില്ലെന്ന് വയ്ക്കാൻ ദൈവത്തിനാവില്ലല്ലോ എന്ന് സച്ചിയും അർച്ചനയും അവിടേക്ക് വരുന്നത് പോലും അറിയാതെ ധനുഷ് സ്നേഹയോട് സംസാരിക്കുമ്പോൾ അർച്ചനയും സച്ചിയും ആ വീടിന് മുന്നിലേക്ക് എത്തി. കാറിൽ നിന്നിറങ്ങിയ സച്ചി കലിയോടെ വേഗം ആ വാതിൽ വന്ന് മുട്ടി. 2-3 തവണ ആഞ്ഞടിച്ചിട്ടും വാതിൽ തുറക്കാതായതോടെ കലിയോടെ വീണ്ടും അടിക്കുമ്പോഴേക്കും വാതിൽ തുറന്ന് മൂർത്തി പുറത്തേക്കെത്തി. എന്ത് വേണം എന്ന് മൂർത്തി അന്വേഷിച്ചതും ശശി ചോദിച്ചു, അപ്പോ നീയായിരുന്നു അല്ലെ ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ? നീ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു ചതി ഒരുക്കിയത് എന്ന് സച്ചി അവിടേക്കെത്തിയ മൂർത്തിയോട് അന്വേഷിച്ചു. മൂർത്തി പറഞ്ഞു, അല്ല, എന്താ ഇപ്പൊ പ്രശ്നം? നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ എന്താ കുഴപ്പമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിപ്പോ എന്റെ വീടാണ്, എന്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് മൂർത്തി സച്ചിയോട് അറിയിക്കുന്നു. അത് കേട്ടതും സച്ചി പറഞ്ഞു, എന്റെ പെങ്ങൾ ഇവിടെയുണ്ട്, അവളെ കൂട്ടാനാണ് ഞാൻ വന്നത്. ഉടനെ തന്നെ സച്ചിയോട് മൂർത്തി അറിയിച്ചു, അങ്ങനെ ഇപ്പോ ഇവിടുന്ന് ആരെയും പിടിച്ചോണ്ട് പോകാൻ പറ്റില്ല, ഞാൻ ഇവിടുന്ന് മാറത്തുമില്ല. പിന്നെ നിന്റെ പെങ്ങൾ ഇവിടെയുണ്ട്, ധനുഷിനെ കാണാൻ എത്തിയിട്ടുണ്ട്, ധനുഷിന്റെ റൂമിൽ അകത്തിരിപ്പുണ്ട്. പിന്നെ അവര് സംസാരിക്കുകയാണെന്ന് തോന്നുന്നു, ഇനി അതാണോ മറ്റെന്തെങ്കിലും എന്നിങ്ങനെ പറഞ്ഞതും ശശി വേഗം ധനുഷിന്റെ റൂമിലേക്ക് പോകുന്നതിന് വേണ്ടി മൂർത്തിയെ പിടിച്ച് മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് വീണ്ടും മൂർത്തിയെ തല്ലാനായി അരികിലേക്ക് എത്തി മൂർത്തിയുടെ കാരണത്തൊന്നു കൊടുക്കുമ്പോൾ വാതിക്കലേക്ക് എത്തി ധനുഷ് നിർത്ത് എന്ന് ബഹളമുണ്ടാക്കി. സച്ചി പിന്തിരിഞ്ഞു നോക്കിയതും ധനുഷ് അവിടെ നിൽക്കുന്നത് കണ്ടതോടെ കലിയോടെ സച്ചി നോക്കുമ്പോൾ ധനുഷിന് പിന്നാലെ സ്നേഹ പുറത്തേക്ക് ഇറങ്ങി വന്നു. ധനുഷിനൊപ്പം വന്ന് നിൽക്കുന്ന സ്നേഹയെ കണ്ട് സച്ചി ചോദിച്ചു, നീ എന്താണ് ഇവിടെ വന്നത്, എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് എന്ന് ചോദിച്ചതും ഉടനെ സച്ചിയോട് സ്നേഹ തർക്കുത്തരമെന്നോണം പറഞ്ഞു, ഞാൻ ഇവിടേക്ക് വന്നത് എന്തിനാന്ന് ഏട്ടനറിയില്ലേ, സച്ചിയേട്ടനറിയില്ലേ എന്ന് ചോദിച്ചതും നീ എന്താടി നീ സംസാരിച്ച അച്ഛനോട് കള്ളം പറഞ്ഞിട്ട് ഇറങ്ങിയതല്ലേടി എന്ന് ചോദിച്ചതും ഞാൻ ഇതിലേ പോയാലും എന്റെ പിന്നാലെ നിങ്ങളൊക്കെ എന്തിനാ വരുന്നത് എന്ന് ചോദിച്ച് സ്നേഹ സച്ചിയുടെ നേരെ തിരിഞ്ഞതും സച്ചി കലിയോട് എന്തു പറഞ്ഞടി എന്ന് ചോദിച്ച് സച്ചി സ്നേഹയെ തല്ലാൻ ഒരുങ്ങുമ്പോഴേക്കും സച്ചിയുടെ കൈ കയറി പിടിച്ചുകൊണ്ട് ധനുഷ് തടഞ്ഞു നിർത്തി. അതെന്ത് പ്രവൃത്തിയാ സച്ചി സാറേ ചെയ്യുന്നത്? സ്നേഹ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയല്ലേ പറഞ്ഞത്, അതിന് അവളെ നിങ്ങൾ എന്തിനാ തല്ലുന്നത് എന്ന് സച്ചിയോട് ധനുഷ് അന്വേഷിച്ചു. ഉടനെ സച്ചി പറഞ്ഞു, കൈവിടറ, ഞാൻ എന്റെ പെങ്ങളെയാണ് തല്ലാൻ പോയത് എന്ന് പറഞ്ഞതും ഉടനെ സച്ചിയോട് ധനുഷ് പറഞ്ഞു, പെങ്ങള് ആങ്ങളാന്നൊക്കെ ഉള്ള ബന്ധം അങ്ങ് നിങ്ങളുടെ വീട്ടിൽ നെല്ലിശ്ശേരിയിൽ, ഇത് എന്റെ വീടാണ്, ഇവിടെ ഇവൾ എന്റെ പെണ്ണാണ് എന്ന് ധനുഷ് സച്ചിയോട് പറയുന്നു. ഇത് കേട്ടതും സച്ചി കലിയോടെ സ്നേഹയുടെ നേരെ നോക്കുമ്പോൾ സച്ചി പറഞ്ഞു, നീ സ്നേഹയെ സ്വന്തമാക്കാമെന്ന് നീ ഒട്ടും വിചാരിക്കണ്ട, നീ ആരാണെന്നും എന്താണെന്നും ഞങ്ങൾക്കറിയാമടാ എന്ന് പറഞ്ഞതും എന്റെ പെണ്ണിനെ തൊട്ടാൽ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞതും ശശി ഉടൻ തന്നെ ധനുഷിന്റെ കർണത്തടിച്ചു. അത്രയ്ക്കായുടെ നീ എന്ന് ചോദിച്ച് ധനുഷിനെ അടിക്കുകയും തല്ലിച്ചതയ്ക്കുകയും ചെയ്യുന്നു. നിലത്തേക്ക് വലിച്ചിട്ട് ശശി ധനുഷിനെ തല്ലുകയും ചവിട്ടുകയും ഒക്കെ ചെയ്യുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് സ്നേഹ സച്ചിയേട്ടാ വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ അർച്ചന സ്നേഹയെ പിടിച്ചു നിർത്തുന്നു. ഏട്ടനോട് പറ, വേണ്ട എന്ന് പറ എന്ന് പറയുമ്പോൾ അർച്ചന സ്നേഹയോട് ഇവിടെ നിൽക്ക് സ്നേഹ എന്ന് പറഞ്ഞ് സ്നേഹയെ ബലമായി അവിടെ പിടിച്ചു നിർത്തി. അപ്പോഴേക്കും ധനുഷിന്റെ കാരണത്ത് വീണ്ടും സച്ചി തല്ലി. ഈ സമയം സച്ചിയോട് ധനുഷ് പറഞ്ഞു, തല്ലിക്കോ, എന്നെ തല്ലിക്കൊന്നോ, എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്ക് സ്നേഹയുടെ സ്നേഹം മാത്രം മതി, സ്നേഹയുടെയും എന്റെയും സ്നേഹത്തിന് വേണ്ടി, ഞങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാണ്. സ്നേഹ എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് നിങ്ങൾക്കറിയാവോ? അവൾ ഇനി തിരികെ നെല്ലിശ്ശേരിയിലേക്ക് വരുന്നില്ലെന്നും ഇവിടെ എന്റെ ഒപ്പം താമസിക്കാൻ പോവാണെന്നും പറഞ്ഞാണ് രജിസ്റ്റർ മാരേജ് കഴിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയായിരുന്നു സ്നേഹ ഇവിടെ. നിങ്ങളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ ആർക്കും നാണക്കേട് വരുത്താതിരിക്കാനും നിങ്ങളെ ആരെയും അപമാനത്തിലാക്കാതിരിക്കാനും സ്നേഹ പറഞ്ഞ ആ ഒരു ആവശ്യം ഞാൻ അംഗീകരിക്കാതിരിക്കുന്നത്. അവളെ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു വാശിയുടെയും പുറത്ത് സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കില്ല. മറിച്ച് നിങ്ങളെല്ലാവരും സന്തോഷപൂർവ്വം അവളെ എൻ്റെ കയ്യിൽ വെച്ച് തന്നാൽ മാത്രമേ
ഞങ്ങളുടെ വിവാഹം നടത്തൂ, ഞാൻ അവളെ കൊണ്ടുപോകൂ എന്ന് ശശിയോട് ധനുഷ് അറിയിച്ചു. ഇതെല്ലാം കേട്ടു നിന്ന് അർച്ചന പറഞ്ഞു, നിർത്തടാ നിന്റെ അഭിനയം. നീ പറഞ്ഞു കൂട്ടുന്നതൊക്കെ വെറും നാടകവും അഭിനയമാണെന്നുള്ള കാര്യം ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ഈ നിൽക്കുന്ന സ്നേഹയൊക്കെ മാത്രം അത് തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. നീ ഈ സ്നേഹയെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് നീ ഇവളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ നീ ആരാണെന്നും എന്താണെന്നുമുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാവുന്നവരാണ് സ്നേഹയൊഴിച്ച് നെല്ലിശ്ശേരിയിലുള്ള ബാക്കിയുള്ള എല്ലാവരും. ഇത് കേട്ട ഉടനെ സ്നേഹയുടെ നേരെ തിരിഞ്ഞ് അർച്ചന പറഞ്ഞു, സ്നേഹ നീ തന്നെയാണ് നിന്റെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഉടനെ സ്നേഹ ചോദിച്ചു, നിങ്ങൾ എപ്പോഴും ഇത് തന്നെയാണല്ലോ പറയുന്നത്. ധനുഷ് ഇപ്പോഴും ഈ തല്ലെല്ലാം വാങ്ങിച്ചു കൂട്ടിയതും എന്റെ സ്നേഹത്തെയും കുറിച്ച് അവൻ പറഞ്ഞത് കേട്ടില്ലേ? അതിനുവേണ്ടി മാത്രമാണ് അവൻ ഈ അടിയെല്ലാം വാങ്ങിച്ചു കൂട്ടിയത്. എന്നിട്ടും നിങ്ങൾക്കാർക്കും അവനെ വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. ധനുഷ് ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ ഇന്നു മുതൽ ഇവിടെ നിൽക്കും, ഈ നിമിഷം മുതൽ. പക്ഷെ അവൻ അതൊരിക്കലും പറയില്ല. എനിക്കറിയാം. അവൻ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ഞങ്ങളുടെ വിവാഹം നടത്തണമെന്ന ആഗ്രഹത്തിലാണ് അവൻ നിൽക്കുന്നത്. ധനുഷ്, നിന്റെ ആ ആഗ്രഹമൊന്നും ഒരിക്കലും സഫലമാകാൻ പോകുന്നില്ല ധനുഷ്. ഇവരുടെ എല്ലാവരുടെയും സമ്മതത്തോടെ അങ്ങനെ ഒരു വിവാഹം നമുക്കുണ്ടാവില്ല എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു, ഓ അവന്റെ ആഗ്രഹം, അവന്റെ സ്നേഹമേ നിന്നോടല്ല. നീ പറഞ്ഞതുപോലെ നിന്റെ സ്നേഹത്തെ അല്ല അവൻ ആഗ്രഹിക്കുന്നത്. അവന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ആ ആഗ്രഹത്തിലൊന്നും നീ ഇല്ല എന്നതാണ് സത്യം സ്നേഹ. അവന്റെ ആഗ്രഹം എന്നാൽ നിന്റെ സ്വത്തുക്കളും നെല്ലിശ്ശേരി കുടുംബത്തിന്റെ എല്ലാ സ്വത്തുക്കളും നെല്ലിശ്ശേരിയിലെ മരുമകൻ എന്നുള്ള സ്ഥാനവും അത്രമാത്രമാണ് അവൻ ആഗ്രഹിക്കുന്നത്, അല്ലാതെ നിന്നെയല്ല. എന്നാൽ ധനുഷ്, നീ ആഗ്രഹിക്കുന്ന ആ സ്ഥാനമാനങ്ങളൊന്നും ഒരിക്കലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. നെല്ലിശ്ശേരിയിലെ മരുമകനാകാനോ നെല്ലിശ്ശേരി സ്വത്ത് നിന്റേതാക്കിയെടുക്കാനോ ഒന്നും നീ ശ്രമിക്കണ്ട. അതൊരിക്കലും നടക്കില്ല. നിനക്ക് ഒരു ധാരണയുണ്ടാവും. ഇങ്ങനെയെല്ലാം പറഞ്ഞ് സ്നേഹയെ എരിവുകയറ്റി എല്ലാവരെയും കൊണ്ട് സമ്മതിപ്പിച്ച് ഈ വിവാഹം നടത്താമെന്ന്. എന്നാലേ അതൊക്കെ ധനുഷേ നിന്റെ വെറും വ്യാമോഹം മാത്രമാണ്. നീ എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഈ വിവാഹത്തിന് നെല്ലിശ്ശേരിയിലുള്ള ആരും തന്നെ അനുമതി നൽകില്ല. അതിനാരും കൂട്ടു നിൽക്കുകയില്ല. ഈ സ്നേഹം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും ഷാഹിർ മുഹമ്മദ് എന്ന നീ എങ്ങനെ ധനുഷിലേക്ക് എത്തിയെന്നുള്ളതിന്റെ എല്ലാ ചരിത്രവും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നീ ഇതോടെ നിർത്തിക്കോ എല്ലാം. പിന്നെ നിനക്കൊരിക്കലും സ്നേഹയും കിട്ടില്ല, സ്നേഹയുടെ സ്വത്തുക്കളും കിട്ടില്ല. അത് മൂന്നിര തരമാണ്. നിനക്കറിയാവല്ലോ, ഈ അർച്ചന ഒരു കാര്യം പറഞ്ഞാൽ അത് നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല എന്ന് തന്നെയാണ് എന്ന് പറഞ്ഞപ്പോ ഉടനെ സ്നേഹ പറഞ്ഞു, ഞാനേ ഇന്നു മുതൽ ഇവിടെ തന്നെ താമസിക്കാൻ പോകുന്നത് എന്ന് സ്നേഹ പറഞ്ഞു. അപ്പോഴേക്കും അർച്ചന സച്ചിയെ നോക്കിയിട്ട് പറഞ്ഞു, സച്ചിയേട്ടാ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോ സച്ചി സ്നേഹയോട് പറഞ്ഞു, സ്നേഹ നീ ചെന്ന് വണ്ടിയിൽ കയറ്. അപ്പോഴും വീണ്ടും സ്നേഹ വാശിയോടെ പറഞ്ഞു, ഇല്ല ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ, ഇന്നു മുതൽ ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. ഉടനെ അർച്ചന പറഞ്ഞു, സ്നേഹ നിന്നോടാ പറഞ്ഞത് വന്ന് വണ്ടിയിൽ കയറാൻ എന്ന് പറഞ്ഞതും ഞാൻ വരില്ല എന്ന് പറഞ്ഞ് വാശിയോടെ വീണ്ടും സ്നേഹ എവിടെ നിന്നു. ഈ കാഴ്ച കണ്ടതോടെ അർച്ചന പിടിച്ചു വലിച്ച് സ്നേഹയെ കാൽ കൊണ്ട് ചെന്നിരുത്തുന്നു. കേറിയിരിക്കടി ഇവിടെ എന്ന് പറഞ്ഞ് കാറിലേക്ക് സ്നേഹയെ പിടിച്ചു കയറ്റിയതിനു ശേഷം അർച്ചനയും സച്ചിയും കൂടി കാറും എടുത്ത് അവിടെ നിന്ന് മടങ്ങി. മൂർത്തി അവന്തിക പറഞ്ഞതുപോലെ ധനുഷുമായിട്ട് അവിടെ അങ്ങനെ ഒരു മൽപ്പിടുത്തവും പ്രകടനവും നടക്കണമെന്നത് അവന്തികയുടെ ആഗ്രഹം പോലെ തന്നെ മൂർത്തി ഒന്നിനും കൈകടത്താതെ വെറുതെ എല്ലാത്തിനും ഒരു കാഴ്ചക്കാരനായി അവിടെ നിന്നു. പിന്നീട് കാണുന്നത് നെല്ലിശ്ശേരിയിൽ ആദ്യമായിട്ട് കുഞ്ഞിനെ കുളിച്ച് കഴിഞ്ഞ് കുഞ്ഞിനെ ഒരുക്കുന്ന കാര്യത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു മീരത്തി. അടുത്തിരുന്ന ആവണി മോള് കുഞ്ഞിനെ ഒരുക്കുന്നതിന് വേണ്ടി സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നതിനിടയിൽ, ഞാൻ എങ്ങനെയായിരുന്നു അമ്മ ഇരുന്നത്, കുഞ്ഞുനാളിൽ ഈ കുഞ്ഞാവ പോലെയായിരുന്നോ എന്ന് ആവണി മോൾ അന്വേഷിച്ചു. നീ എന്റെ സുഭദ്ര അപ്പച്ചയെ പോലെയാണ്. കുഞ്ഞായിരുന്നപ്പോ പലരും പറഞ്ഞു നീ എന്നെ പോലെയാണ്, അച്ഛനെ പോലെയാണെന്നൊക്കെ. പക്ഷെ ശരിക്കും നീ സുഭദ്ര അപ്പച്ചയെ പോലെയാണ് എന്ന് പറഞ്ഞതും അയ്യേ എന്ന് പറഞ്ഞ് ആവണി ആകെ നിരാശയോടെ ഇരിക്കുമ്പോ അത് കണ്ട മീരടുത്തി പറഞ്ഞു, അതെ ഇപ്പൊ പ്രായമായി കഴിഞ്ഞപ്പോഴല്ലേ ആളുടെ ഗ്ലാമറൊക്കെ പോയത്, ആയ കാലത്ത് എന്നെ ഗ്ലാമർ ആയിരുന്നു അറിയും എന്നൊക്കെ മീരടുത്ത് ഇങ്ങനെ പറയുമ്പോ സേതുമാധവൻ റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. അല്ല നിങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു വന്നതും ആ കുഞ്ഞിനെ ഒന്ന് കുളിപ്പിച്ച് ഒരുക്കുകയായിരുന്നു എന്ന് സേതുവിനോട് മീരടുത്തി മറുപടി നൽകി. സേതുമാധവൻ വന്ന് കുഞ്ഞിനെ കയ്യിലെടുത്ത് താലോലിച്ചുകൊണ്ടിരിക്കുമ്പോ സച്ചിയും അർച്ചനയും കൂടി സ്നേഹയുമായി മടങ്ങിയെത്തി. സ്നേഹ വേഗം കാറിൽ നിന്ന് ഇറങ്ങി റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോ ഹാളിൽ നിന്ന് സേതുമാധവൻ പറഞ്ഞു, നീ അവിടെ നിൽക്ക്. അദ്ദേഹം സ്നേഹ പിന്തിരിഞ്ഞ് നോക്കുന്നത് കണ്ട് സേതുമാധവൻ മീരയോട് പറഞ്ഞു, മീരെ ആവണി മോളെയും കുഞ്ഞാവെയും കൂട്ടി റൂമിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ സേതുമാധവൻ മീരയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അതിനുശേഷം സേതുമാധവൻ വേഗം സ്നേഹയുടെ അരികിലേക്ക് ചെന്ന് ചോദിച്ചു, നീ എവിടെ പോയിരുന്നോ എന്ന് ദിവസം. സ്നേഹ ഒന്നും മിണ്ടാതെ തലകുനിച്ചിരുന്നു. ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ, നീ എവിടെ പോയിരുന്നുവെന്ന് എന്ന് ചോദിച്ചപ്പോ
സ്നേഹ മറുപടി ഒന്നും പറയാതായതോടെ സേതുമാധവൻ പറഞ്ഞു, നീ എന്നെ കബളിപ്പിച്ച് പോകാൻ നോക്കി അല്ലേ? നീ എന്നോട് പറഞ്ഞ എന്താ? നീ നിന്റെ ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നു എന്നല്ലേ? അങ്ങനെയല്ലേ നീ ഇവിടെ ഇറങ്ങിപ്പോയത്? എന്നിട്ട് നീ ഇപ്പൊ എവിടുന്നാ വന്നത് എന്ന് ചോദിച്ചതും, ഞാൻ ധനുഷിന്റെ അടുത്ത് നിന്നാ എന്ന് സ്നേഹ പറഞ്ഞു. അച്ഛൻ ഞാൻ അവിടേക്ക് പോണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ എന്നെ വിടുമായിരുന്നോ എന്ന് സ്നേഹ ചോദിച്ചതും, നീ തല്ലുകൊള്ളിത്തരം കാട്ടിയിട്ട് നിന്ന് പ്രസംഗിക്കുന്നു എന്ന് ചോദിച്ച് സേതുമാധവൻ നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് കൈ ഉയർത്തി. അപ്പോഴേക്കും കണ്ണടച്ചു നിന്ന് സ്നേഹ അടി കിട്ടിയില്ല എന്നറിഞ്ഞതോടെ വീണ്ടും സേതുമാധവന് തിരിഞ്ഞു. അടിക്ക്, അച്ഛനെന്താ അടിക്കാത്തത്? ശശിയേട്ടൻ ധനുഷിനെ തല്ലി, ഇനി അച്ഛൻ എന്നെ തല്ലിക്കോ? എന്തായാലും നിങ്ങൾ എത്ര തല്ലിയാലും ഞങ്ങൾക്കിടയിലുള്ള സ്നേഹം ഇല്ലാതാവുകയോ ധനുഷ് എന്നെ വിവാഹം കഴിക്കാതിരിക്കുകയോ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ധനുഷനെ വന്ന് വിളിച്ചാൽ ഞാൻ ഇറങ്ങി പോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടതും സച്ചി പറഞ്ഞു, സ്നേഹ നിന്റെ ഈ സംസാരം അതിരി വിടുന്നുണ്ട്. മര്യാദയ്ക്ക് നീ പറയുന്ന അനുസരിക്കുന്ന നല്ലത് എന്ന് പറഞ്ഞതും സ്നേഹ പറഞ്ഞു, സച്ചിയേട്ടൻ എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെയല്ലേ ജീവിക്കുന്നത്. നിങ്ങൾക്കല്ലെങ്കിലും ധനുഷിനെ തല്ലാനല്ലേ പറ്റുള്ളൂ എന്ന് ചോദിച്ചപ്പോ സച്ചി പറഞ്ഞു, ഇനി അവന്റെ പിന്നാലെ പോയാ അവനെ ഞാൻ തല്ലുമെന്ന് മാത്രമല്ല അവന്റെ ഇതുപോലെ സാഹചര്യം ഇനി ഉണ്ടായാലുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ സ്നേഹ പറഞ്ഞു, ഇനിയും തക്കം കിട്ടിയ ഞാൻ ധനുഷിനെ കാണാൻ പോവും, സംസാരിക്കും എന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു, ഇനി അങ്ങനെ ഒരു സാഹചര്യം നീ ഉണ്ടാക്കിയ അവനെ ഞാൻ തല്ലും, അവന്റെ കാലും കൈ ഞാൻ തല്ലി ഒടിച്ചിടും. അത് കേട്ടതും സ്നേഹ പറഞ്ഞു, അല്ലേലും അങ്ങനെ ചെയ്യുമല്ലോ നിങ്ങള്, കാരണം എന്നോടുള്ള സ്നേഹം, അതുകൊണ്ട് എന്റെ ഏട്ടൻ എന്നുള്ള ബഹുമാനം കൊണ്ട് ധനുഷ് തിരിച്ചു തല്ലാതിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം നടപ്പിലാവുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യം ഏട്ടൻ നോക്കിയോ, ധനുഷിനെയും എന്നെയും പിരിക്കാമെന്ന് ആരും കരുതണ്ട എന്ന് പറഞ്ഞതും സച്ചി പറഞ്ഞു, അത്രയ്ക്കായോ നീ? നിന്നെ നിലയ്ക്ക് നിർത്തേണ്ട എങ്ങനെയാന്ന് എനിക്കറിയാം. നീ ഇനി ധനുഷിനെ കാണാൻ പോവില്ല, ഈ ഞാനാ പറയുന്നത്. അങ്ങനെ ഒരു കാഴ്ച, നീയും ധനുഷുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച ഉണ്ടാകാതിരിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഇങ്ങോട്ട് പാടി എന്ന് പറഞ്ഞ് സച്ചി ബലമായി സ്നേഹയെ പിടിച്ചു വലിച്ചുകൊണ്ട് നേരെ റൂമിൽ കൊണ്ടുവന്ന് വിട്ടു. അതിനുശേഷം സച്ചി വേഗം പുറത്തുനിന്ന് വാതിൽ ലോക്ക് ചെയ്തു. സ്നേഹ സച്ചിയുടെ വാതിൽ തുറക്ക് എന്ന് പറഞ്ഞ ബഹളം ഉണ്ടാക്കി. സച്ചി ലോക്ക് ചെയ്തതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് വീണ്ടും സ്നേഹ അവിടെ നിന്ന് ബഹളം വെച്ച് പറഞ്ഞു, ഏട്ടത്തി സച്ചിയോട് പറഞ്ഞേക്ക് എന്നെ പൂട്ടിയിട്ടത് കൊണ്ടൊന്നും എന്റെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന്. അത് കേട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് സ്നേഹ അവിടെ നിന്ന് പൊട്ടിക്കരയുമ്പോ ഹാളിലേക്ക് എത്തിയ സച്ചി അച്ഛനോട് പറഞ്ഞു, അച്ഛന ഇനി അവൾ പുറത്തു പോകാതെ നോക്കേണ്ടത് തന്റെ കടമയാണ് എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോയി. അർച്ചന ആകെ വിഷമത്തോടെ സേതുമാധവനോടൊപ്പം അവിടെ നിന്നു. സ്നേഹ തന്നെ റൂമിൽ അകപ്പെടുത്തിയതിന്റെ വിഷമത്തിൽ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. പിന്നീട് രാത്രിയായ സമയത്ത് നെല്ലിശ്ശേരിയുടെ ഗേറ്റ് കടന്നു വരാതെ അവിടുത്തെ ധനുഷ് നെല്ലിശ്ശേരിയുടെ മുറ്റത്തേക്ക് കടന്നു വന്നു. അവിടേക്ക് നടന്നു വരുമ്പോ ധനുഷ് തന്റെ മുന്നിലായി വാതിൽ തുറന്ന് നിൽക്കുന്ന നന്ദനെ കണ്ടതോടെ ധനുഷ് ഞെട്ടി. ആരെങ്കിലും തന്നെ കാണുന്നുണ്ടോ എന്ന് പമ്മി പതുങ്ങി നോക്കി വരുമ്പോഴാണ് വാതിൽ തുറന്ന് മുന്നിൽ നിൽക്കുന്ന നന്ദനെ ധനുഷ് കണ്ടത്. നന്ദനെ കണ്ടതും ധനുഷ് ആകെ ഭയത്തോടെ വേഗം നിന്നു. നന്ദൻ അരികിലേക്ക് എത്തി ചോദിച്ചു, എന്താടാ, നിന്നോട് ഇവിടെ വരരുത് എന്ന് എന്റെ അച്ഛനും അനിയന്മാരും പറഞ്ഞിട്ടുള്ളതല്ലേ? കഴിഞ്ഞ ദിവസം നീ ഇവിടെ വന്ന് കാണിച്ച, ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയ ദിവസം ഇവിടെ വന്ന് നീ കാണിച്ച പ്രകടനത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞു. അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ധനുഷിനെ കർണം തീർത്ത് നന്ദൻ ഒരു തല്ലു കൊടുത്തതും ധനുഷ് ഞെട്ടലോടെ നന്ദനെ നോക്കി. എന്നിട്ടും ഇത്രയൊക്കെ ആയിട്ടും നീ വീണ്ടും ഈ വീട്ടിലേക്ക് എന്തിനു നീ കയറി വന്നോ? ഇവിടേക്ക് മേലാൽ വരരുത് എന്ന് നിന്നെ താക്കീത് ചെയ്തതല്ലേ എന്ന് ചോദിച്ചതും, എന്റെ അനുജത്തിയുടെ കണ്ണുനീര് കണ്ടിട്ട് എനിക്ക് അല്പം സഹതാപം തോന്നി എന്നത് ശരി തന്നെയാണ്. എന്ന് വെച്ച് നീ പറയുന്ന എന്ത് കള്ളത്തരങ്ങളും കെട്ടുകഥകളും വിശ്വസിക്കുമെന്ന് നീ കരുതണ്ട എന്ന് ധനുഷിനോട് ദേഷ്യത്തോടെ നന്ദൻ അറിയിച്ചു. എല്ലാം കേട്ട പറഞ്ഞു, ഞാനിപ്പോ വന്നത് സ്നേഹയെ കാണാനല്ല, മറിച്ച് നന്ദേട്ടനെ കാണാനാണ്. അത് കേട്ടതും നന്ദൻ പറഞ്ഞു, ഓ ശരി ശരി, ഞാനങ്ങ് വിശ്വസിച്ചു. നീ ധനുഷിനെ സ്നേഹയെ പറ്റിക്കുന്നത് പോലെ എന്നെയും പറ്റിക്കാൻ ശ്രമിക്കുകയല്ലേ? നടന്നോട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞ് നന്ദൻ അങ്ങനെ നിൽക്കുമ്പോ ധനുഷ് പറഞ്ഞു, അതല്ല നന്ദേട്ടാ, നന്ദേട്ടനോട് ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. നന്ദേട്ടനെ കാണാനാണ് ഞാൻ വന്നത്. ഇന്ന് നന്ദേട്ടൻ അറിയാത്ത ചില സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി. അത് കേട്ടതും നന്ദൻ സംശയത്തോടെ ധനുഷ് നോക്കിയിട്ട് പറഞ്ഞു, നീ ഉള്ള കള്ളക്കഥകളെല്ലാം പറഞ്ഞ് സ്നേഹയെ വിശ്വസിപ്പിച്ചു, അവളുടെ മനസ്സ് തിരുത്തിച്ചു. എന്നാൽ അങ്ങനെ ഇവിടെയുള്ള എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെടുക്കാമെന്നത് നിന്റെ വെറും വ്യാമോഹമാണ് ധനുഷ് എന്ന് നന്ദൻ പറയുന്നത് കേട്ട് ഉടനെ ധനുഷ് പറഞ്ഞു, അങ്ങനെയല്ല നന്ദേട്ടാ, ഞാൻ പറയുന്നത് നന്ദേട്ടനൊന്ന് കേട്ടിട്ട് സംസാരിക്കേ. ഒരിക്കലും ഞാൻ നന്ദേട്ടനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വന്നതല്ല.
ഇപ്പോ ഞാൻ ഇവിടേക്ക് വന്നത് തന്നെ ഇന്ന് നന്ദേട്ടനറിയാത്ത ചില സംഭവങ്ങൾ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞില്ലേ. രാവിലെ സ്നേഹ എന്നെ കാണാനായി ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തി. അതിന് പിന്നാലെ സച്ചി സാറും അർച്ചന മേഡവും എത്തി. അവർ രണ്ടുപേരും സ്നേഹയെ പിടിച്ചു വലിച്ചേച്ചുകൊണ്ട് അവിടെ നിന്ന് പോന്നു. എന്നെ നന്നായി മർദ്ദിക്കുകയും ചെയ്തു. ആ ഒരു കാഴ്ച കണ്ട് അവർ സ്നേഹയുടെ മുന്നിൽ വെച്ച് എന്നെ സച്ചിയേട്ടൻ തല്ലിയത് കണ്ട്, സച്ചി സാർ തല്ലിയത് കണ്ട് അവളുടെ മനസ്സ് വല്ലാതെ തകർന്നു പോയിട്ടുണ്ട്. അവളാകെ വേദനിച്ചിരിക്കുകയായിരിക്കും. അതുകൊണ്ട് അവളെ ഈ വീട്ടിൽ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരേ ഒരാൾ നന്ദേട്ടൻ മാത്രമാണെന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നന്ദേട്ടനെ കാണാനായിട്ട് ഞാൻ വന്നത്. ഇന്നത്തെ ദിവസം അവളുടെ മനസ്സിനെ വല്ലാതെ മുറിപ്പെടുത്തിയ ദിവസമാണ്. അവളുടെ മനസ്സിൽ നിന്ന് സച്ചിയേട്ടൻ എന്നെ തല്ലിയ ആ കാഴ്ച ഒരിക്കലും മാഞ്ഞു പോയില്ല. ഈ ഒരു അവസ്ഥയിൽ സ്നേഹയുടെ മനസ്സിന് ആശ്വാസം പകരേണ്ടതും ധൈര്യം പകർന്നു കൊടുക്കേണ്ടതും നന്ദേട്ടനാണ്. എന്റെ സ്നേഹയൊന്ന് നന്ദേട്ടൻ ശ്രദ്ധിച്ചോണേ. എന്റെ സ്നേഹയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ ധനുഷ് ജീവനോടെ ഉണ്ടാവില്ല. അക്കാര്യം കൂടി നന്ദേട്ടനെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞ് ധനുഷ് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണുന്നത് സേതുമാധവൻ ഹാളിലിരുന്ന് മാഗസിൻ നോക്കുന്ന നേരത്ത് സേതുമാധവനുള്ള മരുന്നുമായിട്ട് അർച്ചന അവിടേക്ക് എത്തി. മെഡിസിനൊക്കെ എടുത്തതിന് ശേഷം അർച്ചന മെഡിസിനൊക്കെ സേതുമാധവന് കൊടുത്തിട്ട് പോകാൻ തുടങ്ങുമ്പോൾ സേതുമാധവൻ വിളിച്ചു, മോളെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞതും എന്താ അച്ഛാ എന്ന് ചോദിച്ചു. അല്ല, ഇപ്പോ അനൂപിന് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോ ഏട്ടൻ കാലൊക്കെ കുറേശ്ശെ കുത്താറായി വരുന്നു. ഇനി കുറച്ച് ഒരാഴ്ച കൂടി വേണ്ടി വരും ഓഫീസിൽ വന്നു തുടങ്ങാൻ. ഓഫീസ് കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിലായിട്ടുണ്ടാവും അല്ലേ എന്ന് ചോദിച്ചപ്പോ സേതുമാധവൻ പറഞ്ഞു, ഇല്ല, അങ്ങനെയൊന്നുമല്ല. ഇപ്പോ ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ അനൂപ് വീട്ടിലിരുന്ന് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം നിലവിലില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും അർച്ചന പുഞ്ചിരിയോടെ നിൽക്കുമ്പോൾ സേതുമാധവൻ പറഞ്ഞു, ഉടനെ തന്നെ കുഞ്ഞുമോളുടെ നൂലുകെട്ടും പേരിട്ട് നടത്താൻ പോവുകയല്ലേ. ഒത്തിരി ആർഭാടകരമായിട്ടൊന്നും വേണ്ട. നമ്മളുടെ ബന്ധുക്കൾ മാത്രം മതി. എന്തിനാണ് വെറുതെ വിളിച്ചു വരുത്തി അപമാനിതരാകുന്നത് എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു, അച്ഛാ, അങ്ങനെ ഒരു തീരുമാനം അച്ഛൻ എടുക്കല്ലേ. സ്നേഹയുടെ ഇപ്പോഴത്തെ സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കാം എന്ന് സേതുമാധവനോട് അർച്ചന അറിയിച്ചു. ഉടനെ സേതുമാധവൻ ചോദിച്ചു, മോളെ നീ സ്നേഹയോട് സംസാരിച്ചിരുന്നോ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, ഇല്ലച്ചാ, അവള് ആരെ കണ്ടാലും വല്ലാത്ത ദേഷ്യത്തിലാണ്. അവളുടെ ആ ദേഷ്യമൊക്കെ ഒന്ന് ശമിക്കട്ടെ എന്ന് കരുതി, അതുകൊണ്ട് ഞാൻ അവളെ കണ്ടില്ല എന്ന് പറഞ്ഞു. ഉടൻ തന്നെ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ് നടത്തേണ്ടതിനെ കുറിച്ച് സേതുമാധവൻ സംസാരിച്ചു തുടങ്ങിയപ്പോ അർച്ചന സ്നേഹയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് അക്കാര്യം വിട്ടുപോയി. അപ്പോഴേക്കും ഉടൻ തന്നെ അർച്ചന മറ്റൊന്നും ചിന്തിക്കാതെ സേതുമാധവന് കൊണ്ടുവന്ന ആ ടാബ്ലറ്റ് ബോക്സുമായിട്ട് അർച്ചന പോകുമ്പോ സേതുമാധവൻ റൂമിലേക്ക് മടങ്ങി. അപ്പോഴാണ് പിന്നിൽ നിന്ന് ആ കളവനെ സമാധാനിപ്പിച്ചു വിട്ടല്ലേ എന്ന് ചോദിച്ച് അവന്തിക അർച്ചനയുടെ അരികിലേക്ക് എത്തി. ഇന്ന് ഞാനാണ് ഈ കുടുംബത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. കാരണം ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ കുടുംബത്തുള്ള എല്ലാവരും ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുക. ഉടനെ തന്നെ ഈ വീട്ടിലൊരു മരണം കാണാൻ കഴിയും. അത് സേതുമാധവന്റെ മകളുടെ തന്നെ ആവാനാണ് സാധ്യതയും എന്ന് പറഞ്ഞു. എല്ലാം കേട്ട ഉടനെ അർച്ചന അവധിയെ നോക്കി, നിങ്ങളുടെ ആഗ്രഹം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ എന്ന് ഞാൻ അർച്ചന അവന്തികയോട് അറിയിച്ചു. അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, അതെ, നീ എത്രയൊക്കെ ശ്രമിച്ചാലും ഈ വിവാഹം നടക്കും. ധനുഷുമായിട്ടുള്ള സ്നേഹയുടെ വിവാഹം. പിന്നെ നീ ഒരു കാര്യം കൂടി ഓർത്തു വെച്ചോ. ഞാൻ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ ആ സ്നേഹ എന്ന് പറയുന്നവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും. അതല്ല മറ്റൊന്നാണെങ്കിൽ ആ വാർത്ത അറിഞ്ഞ് സേതുമാധവന്റെ അറ്റാക്ക് വന്ന് ആ ഹൃദയം നിലയ്ക്കും. അങ്ങനെ ഇതിലേതെങ്കിലും ഒരു കാര്യം തീർച്ചയായും നടപ്പിലാകും. എന്ത് വന്നാലും ശരി, ഈ കുടുംബത്തിലുള്ള ഒരാൾക്കും സമാധാനത്തോടെ ഉറങ്ങാനുള്ള ഒരു സാഹചര്യം ഞാനായിട്ട് ഒരുക്കി കൊടുക്കില്ല. മറിച്ച് എന്റെ സമാധാനക്കേടുകൾ ധാരാളമാണല്ലോ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സ്നേഹയുടെയും മറ്റുമുള്ള കാര്യങ്ങൾ സംസാരിച്ച് അർച്ചന അവന്തികയോട് വേഗം നിങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഈ സമാധാനക്കേടുകളുടെ കാര്യമൊന്നും കൂടുതൽ പറയേണ്ടതില്ലെന്നും, പക്ഷെ നിങ്ങൾക്ക് ഈ വീട്ടിൽ ഇനി സമാധാനത്തോടെ കിടന്നുറങ്ങാന്നുള്ളത് നിങ്ങളുടെ വെറും മോഹം മാത്രമാണ്, അതിമോഹം. അതൊരിക്കലും നടപ്പിലാവില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങൾക്കെതിരെയുള്ള നീക്കങ്ങളാണ്. നിങ്ങളുടെ പിടിയിൽ നിന്ന് ഈ നെല്ലിശ്ശേരിയും ധനുഷിന്റെ പിടിയിൽ നിന്ന് സ്നേഹയെയും രക്ഷിക്കുക എന്നത് എന്റെ ഏറ്റവും വലിയ ലക്ഷ്യവും ആഗ്രഹവുമാണ്. അത് ഞാൻ നടപ്പിലാക്കുക തന്നെ ചെയ്യും, നിങ്ങൾ എത്ര ശ്രമിച്ചാലും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, നിങ്ങളുടെ ഈ അതിമോഹം ഉണ്ടല്ലോ,
അത് നിങ്ങൾക്ക് തന്നെ വിനയായിട്ട് വരികയുള്ളൂ. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് അവന്തികയോട് അർച്ചന അറിയിച്ചു. ഇനിയും അധിക നേരം നിങ്ങൾ നിന്നിങ്ങനെ മുഷിയേണ്ടതില്ല എന്ന് പറഞ്ഞ് അർച്ചന അവന്തികയോട് ധനുഷിനെ ആ ജയിലിന് മുന്നിൽ നിന്ന് പർദ്ദയിട്ടുകൊണ്ട് വന്ന് രക്ഷിച്ചുകൊണ്ട് പോയതിന് പിന്നിലുള്ള ആള് ആരാണെന്ന് എനിക്കൊന്ന് വ്യക്തമായിട്ട് അറിയാം. അത് നിങ്ങൾ തന്നെയായിരുന്നു ആ തിരുവസ്ത്രത്തിന് പിന്നിലുണ്ടായിരുന്നത്. എന്തായാലും അധിക നാൾ നിങ്ങളുടെ ഈ ഒളിച്ചുകളി ഇത്തരത്തിലുള്ള പ്രവർത്തികളും മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിയില്ല. നോക്കിക്കോ, ഈ കുടുംബത്ത് ഒരാപത്തും വരുത്താതെ തന്നെ ഞാൻ ഈ പ്രശ്നം സോൾവ് ചെയ്തിരിക്കും. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്നതിനെ കുറിച്ച് എനിക്ക് യാതൊരു ചിന്തയോ ഒരു ഊഹമോ ഇല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഈ വീട്ടിൽ ആർക്കും ഒരാപത്തും വരാൻ ഞാൻ അനുവദിക്കില്ലെന്ന് അർച്ചന അവന്തികയോട് അറിയിച്ചു. അവന്തിക അതെല്ലാം കേട്ട് അങ്ങനെ പുഞ്ചിരിയോടെ നിൽക്കുമ്പോൾ ധനുഷിന്റെ ദേഹത്ത് ചൂട് പിടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി മൂർത്തി ധനുഷിനരികിൽ വന്നിരുന്നു. ഉടനെ തന്നെ തന്റെ മൊബൈൽ ഫോൺ എടുത്ത് ഓൺ ചെയ്ത് അവന്തികയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. അവന്തിക കോൾ എടുത്തെന്ന് അറിഞ്ഞതോടെ മൂർത്തി ധനുഷിന്റെ അരികിലായി ആ മൊബൈൽ ഫോൺ വെച്ചിട്ട് മൂർത്തി ധനുഷിനോട് സംസാരിച്ചു. അല്ല, ഇന്ന് ആ പെങ്കൊച്ച് പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ കടുംപിടുത്തം പിടിച്ചു നിന്നതല്ലേ, എന്നിട്ടെന്താ ആ പെങ്കൊച്ചിനെ പറഞ്ഞയച്ചത് എന്ന് ധനുഷിനോട് ചോദിച്ചു. അത് കേട്ടതും ധനുഷ് പറഞ്ഞു, അങ്ങനെ അവൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പിലാവില്ല. അതുകൊണ്ട് നെല്ലിശ്ശേരിയിലെ സ്വത്ത് കൈക്കലാക്കണമെന്നുണ്ടെങ്കിൽ അവൾ ഇവിടെ എന്റെ ഒപ്പം ഉണ്ടാവണം. അതിനുവേണ്ടിയുള്ള നീക്കമാണ് ഞാൻ നടത്തുന്നത് എന്ന് പറഞ്ഞു. ഇന്നത്തെ എന്റെ ഈ പ്രകടനം നമ്മുടെയൊക്കെ ദേഹത്തിനിട്ട് അല്പം വേദന തന്നെങ്കിലും ഇതിൽ നിന്ന് വലിയ റിസൾട്ട് ഉണ്ടാകുമെന്നത് തന്നെയാണ് ആശ്വാസം എന്ന് ധനുഷ് മൂർത്തിയോട് അറിയിച്ചു. മൂർത്തി പറഞ്ഞു, എന്തായാലും അവളുടെ ആ സച്ചി ഏട്ടൻ എന്ന് പറയുന്ന സച്ചി ഉണ്ടല്ലോ, അവന്റെ ഇടി നമ്മൾ ഒന്ന് രണ്ടിടി അങ്ങോട്ട് കൊടുത്തിട്ടും അവൻ നമ്മളെ ശരിക്കും ഭംഗിക്കിട്ട് കളഞ്ഞില്ലേ. അതുകൊണ്ട് അവനെ തിരിച്ചടിക്കുക തന്നെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഉടനെ അത് കേട്ടു നിന്ന ഉടനെ തിരിച്ചടിക്കണമെന്ന് പറഞ്ഞ ആ നിമിഷം ധനുഷ് പറഞ്ഞു, അങ്ങനെ ഒരു തിരിച്ചടി ഇപ്പൊ നമ്മൾ ആലോചിക്കണ്ട. കാരണം എന്തായാലും ഇപ്പോ അങ്ങനെ തിരിച്ചടിക്കാൻ പോയാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തുള്ളൂ. ഇപ്പൊ ഞാൻ പ്രതികരിക്കാതിരിക്കുന്നത് സ്നേഹിയോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണെന്ന് അവൾ തന്നെ വിശ്വസിച്ചോളും. അങ്ങനെ ഒരു ധാരണയാണ് ഞാൻ അവളിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ധനുഷ് സ്നേഹയുടെ കാര്യത്തിൽ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂർത്തി ചോദിച്ചു, അല്ല അവന്തിക അന്നേരം എന്ത് ചെയ്യും? സ്നേഹ വിവാഹം കഴിച്ച് കൂടെ കൂട്ടാൻ ആഗ്രഹമെങ്കിൽ എന്ന് ചോദിച്ചപ്പോ ധനുഷ് പറഞ്ഞു, സ്നേഹയെ വിവാഹം കഴിച്ച് കൂടെ കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അത് മറ്റൊന്നുമല്ല, ആ കുടുംബത്തുള്ള മറ്റാരൊക്കെ എതിർത്താലും അവിടെ നിന്ന് ഒരാൾ മാത്രം അതിനെ സപ്പോർട്ട് ചെയ്താൽ മതി. സ്നേഹയുടെ ഇപ്പോഴത്തെ പ്രവൃത്തികൾ കൊണ്ടും ഞാൻ ഇന്ന് അവളോട് കാണിച്ച അമിത സ്നേഹ കൂടുതൽ കൊണ്ടും അവൾ തീർച്ചയായിട്ടും അവളുടെ അച്ഛനെ ഈ വിവാഹത്തിന് സമ്മതം മൂളാൻ നിർബന്ധിതനാക്കും. അതെനിക്ക് തീർച്ചയാണ്. അയാളുടെ സമ്മതം മാത്രം മതി ഈ വിവാഹം നടത്താൻ. മറ്റാരുടെയും സമ്മതം എനിക്ക് ആവശ്യമില്ല. അതിനുശേഷം അയാളുടെ അരികിലേക്ക് എത്തിക്കഴിഞ്ഞ് ഞാൻ തയ്യാറാക്കിയ വിൽപ്പത്രത്തിൽ അയാളുടെ വിരലടയാളം പതിപ്പിക്കണം. അയാൾക്ക് വീണ്ടും അതിനോട് എതിർപ്പാണെങ്കിൽ അയാളെ എന്നേക്കുമായി ഈ നശിച്ച ലോകത്തു നിന്നും എന്നെ പോലെയുള്ള ദുഷ്ടന്മാർക്കിടയിൽ നിന്നും അയാളെ ഞാൻ എന്നേക്കുമായി മോചിപ്പിക്കും. അതൊക്കെ കേട്ട് അവന്തിക നിൽക്കുമ്പോ ഉടനെ മൂർത്തി ചോദിച്ചു, അല്ല ഇങ്ങനെയൊക്കെ ചെയ്യാനാണ് തീരുമാനമെങ്കിൽ അതിന് അവന്തിക മേഡം സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചതും ഉടനെ ധനുഷ് ചോദിച്ചു, എനിക്ക് എന്തിനാ അവളുടെ സമ്മതം? എന്റെ ആവശ്യങ്ങൾക്കൊപ്പം അവൾ നിൽക്കുകയാണെങ്കിൽ അവളെ ഞാൻ കൂടെ നിർത്തും. അല്ല എന്നുണ്ടെങ്കിൽ അവളെ എന്ത് ചെയ്യണമെന്നും അവൾക്ക് വേണ്ടത് എന്താണെന്നും അതിനുള്ള വഴി എന്താണെന്നും എനിക്കറിയാം എന്ന് ധനുഷ് അവന്തികയെ കുറിച്ച് മൂർത്തിയോട് അറിയിച്ചു. അങ്ങനെ ആ കുടുംബത്തെ നെല്ലിശ്ശേരി തറവാട്ടിൽ എനിക്ക് പിന്നെ എന്നേക്കുമായിട്ടുള്ള അധികാരമുണ്ടാവുക. ഇനി എന്റെ വിവാഹത്തിന് സമ്മതം മൂളിയാൽ ആ സേതുമാധവനെ കൊണ്ട് ആദ്യം ഞാൻ ആ വിൽപ്പത്രത്തിൽ സൈൻ ചെയ്യിപ്പിക്കും. അതാണ് എന്റെ നീക്കം. പിന്നെ അക്കണ്ട സ്വത്തുക്കൾ സ്നേഹയുടെ മാത്രമല്ല നെല്ലിശ്ശേരി കുടുംബത്തിന്റെ ഒന്നാകെ സ്വത്തുക്കളുടെ അധികാരി ഞാനായിരിക്കും. അതിനുശേഷം ആ വീട്ടിൽ ആരൊക്കെ ജീവനോടെ ഉണ്ടാകണം എന്നതിനെ കുറിച്ച് പോലും ഞാൻ പിന്നീട് ചിന്തിക്കേണ്ടി വരുമെന്ന് ധനുഷ് അറിയിക്കുന്നു. ധനുഷിന്റെ സംസാരം മുഴുവൻ അപ്പുറത്തെ ഫോൺ കോളിലായിരുന്ന അപ്പുറത്തെ വശത്തുണ്ടായിരുന്ന അവന്തിക മുഴുവൻ കേൾക്കുന്നു. അങ്ങനെ അതെല്ലാം കേട്ടതോടെ അവന്തിക കലിയുടെ മനസ്സിൽ ചിന്തിച്ചു, അപ്പോ അതാണ് നിന്റെ നീക്കം. ഒരിക്കലും നിന്റെ ഈ ആഗ്രഹം നടപ്പിലാകാൻ പോകുന്നില്ല ധനുഷ്. അത് ഞാൻ നടപ്പിലാക്കുകയുമില്ല എന്ന് അവന്തിക മനസ്സിൽ ഉറപ്പിച്ചു. പിന്നീട് കാണുന്നത് നെല്ലിശ്ശേരിയുടെ ഗാർഡനിൽ ഇരിക്കുകയാണ് സേതുമാധവൻ.
നേരം വളരെ വൈകിയത് കൊണ്ട് അർച്ചന അവിടേക്ക് എത്തിയ സേതുമാധവനോട് പറഞ്ഞു, അച്ഛാ അകത്തേക്ക് കയറുക, ഞാൻ കഞ്ഞി വിളമ്പി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വന്നെടുത്ത് കുടിച്ചോളാം മോളെ എന്നറിയിച്ചു. അർച്ചന ശരിയെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ സേതുമാധവൻ അർച്ചനയെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല മോളെ, അനൂപിന്റെ കാര്യങ്ങൾ രാവിലെ സംസാരിച്ചതായിരുന്നല്ലോ. അനൂപിന്റെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അനൂപ് പറ്റുന്ന ജോലികളൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. സന്ദീപിനാണെങ്കിൽ കുഞ്ഞിന്റെ കാര്യങ്ങൾ കാരണം ഇപ്പൊ ഓഫീസിലേക്ക് പോകാനും സമയം കിട്ടുന്നില്ലല്ലോ. എന്തായാലും എത്രയും വേഗം അനൂപിന് കൂടി ഭേദമായാൽ നമുക്ക് നമ്മുടെ കമ്പനിയുടെ കാര്യത്തിൽ കുറച്ച് ആളുകൾക്കെങ്കിലും ഫ്രീ ആകാമായിരുന്നു എന്ന് സേതുമാധവൻ അറിയിച്ചു. എല്ലാം കേട്ടതും അർച്ചന പറഞ്ഞു, അത് താമസിയാതെ ആയിക്കോളൂ അച്ഛാ, അച്ഛൻ ടെൻഷൻ ആവാതെ എന്ന് പറയുമ്പോൾ സേതുമാധവൻ പറഞ്ഞു, എനിക്ക് ടെൻഷനൊന്നുമില്ല, എന്തായാലും ഞാൻ എൻ്റെ ഒരു നമ്പറുണ്ട്, ഞാൻ അതിനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. ശരി അച്ഛാ എന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് പോയി. പിന്നീട് സേതുമാധവൻ തന്റെ ഫോൺ എടുത്ത് തനിക്കറിയാവുന്ന ആളുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ഈ സമയത്ത് സേതുമാധവൻ അർച്ചനയോട് ചോദിച്ചു, അല്ല മോൾക്ക് ഇനി ഇവിടെ ഇന്ന് നടക്കാൻ പോകുന്ന കുഞ്ഞുമോളുടെ നൂലുകെട്ട് ചടങ്ങിനെ കുറിച്ചും ചോറൂണിനെ കുറിച്ചുമുള്ള നമ്മുടെ തീരുമാനങ്ങളിൽ ഇനി മാറ്റമൊന്നും വരുത്തേണ്ടതില്ലല്ലോ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, അച്ഛൻ നമ്മുടെ കുഞ്ഞുമോളുടെ ഈ നൂലുകെട്ടും ചോറൂണ ചടങ്ങും ആർഭാടകരമാക്കണ്ട എന്ന് അച്ഛൻ തീരുമാനിച്ചതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. ഞാനൊരു കാര്യം ചോദിച്ചാൽ അച്ഛൻ സത്യസന്ധമായ മറുപടി നൽകുമോ? അച്ഛന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമില്ലേ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന്റെ നൂലുകെട്ടും അതുപോലെ ചോറൂണൽ ചടങ്ങും വളരെ ഗംഭീരമായി നടത്തണമെന്ന്? ഈ നെല്ലിശ്ശേരിയിലെ ആദ്യത്തെ കുഞ്ഞല്ലേ, അതുകൊണ്ട് അത് ഗംഭീരമായി തന്നെ നടത്തണം അച്ഛാ. ഇവിടെ സ്നേഹയുണ്ടാക്കിയ പ്രശ്നം അത് നാട്ടുകാർ വന്നറിയുമ്പോൾ നാണക്കേടുണ്ടാക്കുമെന്നുള്ള അച്ഛന്റെ ആശങ്ക. അങ്ങനെ സ്നേഹ തെറ്റായിട്ടൊന്നും ചെയ്തില്ലല്ലോ, അവൾ ഒരാളെ സ്നേഹിച്ചു, എന്നാൽ അയാളെ ആയിട്ടുള്ള വിവാഹത്തിന് നമ്മൾ അനുവദിക്കില്ല. അതിൽ ഇത്ര പ്രശ്നമുള്ളതായിട്ട് അച്ഛൻ കരുതേണ്ടതില്ല. അതുകൊണ്ട് അക്കാര്യം ഓർത്ത് അച്ഛൻ വേണ്ട എന്ന് അർച്ചന സേതുമാധവനോട് അറിയിച്ചു. എന്തായാലും കുഞ്ഞുമോളുടെ നൂലുകെട്ട് ചടങ്ങ് അത് ഭംഗിയായി തന്നെ നിറവേറ്റണമെന്ന് അർച്ചന സേതുമാധവനോട് പറയുന്നു. എല്ലാം കേട്ടതിന് ശേഷം സേതുമാധവൻ ഒന്നും മിണ്ടാതെ അങ്ങ് നിൽക്കുകയും ശരി എന്നാ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് തീരുമാനിക്കുന്നു. പിന്നീട് കാണുന്നത് അവന്തിക ആതിരയുടെ റൂമിലെത്തി ആതിരയെ അർച്ചനയ്ക്കെതിരെ എത്തിയിരിക്കുന്നു. നിന്റെ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങും ചോറൂണൽ ചടങ്ങും ഒക്കെ നടത്തേണ്ടത് നിന്റെ വീട്ടിലാണല്ലോ. പണ്ടത്തെ ആചാരങ്ങളൊക്കെ അനുസരിച്ച് വൃന്ദാവനത്തിൽ വെച്ചാണ് ഈ ചടങ്ങെല്ലാം നടക്കുന്നത്. പിന്നെ കുഞ്ഞിന്റെ ആ രോഗം കാരണമാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായത്. ഇനിയിപ്പോ ആ പ്രശ്നത്തിൽ നിന്നൊക്കെ എല്ലാ രീതിയിലും എല്ലാവരും രക്ഷപ്പെട്ടല്ലോ. അതുകൊണ്ട് കുഞ്ഞുമായി ഇനി വൃന്ദാവനത്തിൽ ചെന്ന് അവിടെ വെച്ച് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നതല്ലേ എന്തുകൊണ്ടും നല്ലത്. എന്ത് തീരുമാനമെടുത്താലും അതിലെല്ലാം അർച്ചനയ്ക്കാണ് മുൻഗണന ഇവിടെയുള്ളവരെല്ലാവരും നൽകാറുള്ളത്. അർച്ചനയുടെ തീരുമാനത്തിനനുസരിച്ചാണ് ഇവിടെയുള്ളവർ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് എന്ന്. നിന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് നീയും നിന്റെ ഭർത്താവും കൂടിയാണ്, അല്ലാതെ മറ്റാരുമല്ല എന്ന് അവന്തിക ആതിരയോട് പറയുന്നു. എല്ലാം കേട്ട് ആതിര ആ കലിയോടിരിക്കുമ്പോ അവന്തിക പറഞ്ഞു, എന്തായാലും നീ ഇക്കാര്യം നേരെ അച്ഛനോട് ചെന്ന് തന്നെ പറ, അതാ നല്ലത്. മറ്റുള്ളവരോട് പറയുമ്പോഴാണ് അവർക്കെല്ലാം മടി എന്നറിയിച്ചു. എല്ലാം കേട്ടതിന് ശേഷം ശരി അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആതിര തീരുമാനിക്കുമ്പോൾ ഹാളിലിരുന്ന് സേതുമാധവനും അർച്ചനയും അനഘയും കൂടി ഈ ഈ നൂലുകെട്ട് ചടങ്ങിന് ക്ഷണിക്കേണ്ട ബന്ധുക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കി. അതിൽ നിന്ന് ആ സന്തോഷകരമായ ആ ചടങ്ങ് നടത്തുന്നതിന് തനിക്കറിയാവുന്ന സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചുകൊണ്ടും അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടും സന്ദീപ് അരികിൽ തന്നെ നിന്നു. അപ്പോഴാണ് അർച്ചനയെ നോക്കിയിട്ട് സേതുമാധവൻ പറഞ്ഞത്, അപ്പോൾ ലിസ്റ്റ് എല്ലാവരും എഴുതിയെടുത്തല്ലോ അല്ലേ? ഇനി ഇതിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ആളുകളെ വിളിക്കുന്നുള്ളൂ. നേരിട്ടൊന്നും ഞാൻ വിളിക്കാൻ എന്നെ കൊണ്ടാവില്ല. എൻ്റെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് സന്ദീപെ നീ തന്നെ വേണം ഇവരെ ക്ഷണിക്കാൻ എന്നറിയിച്ചു. ഞാൻ തന്നെ ക്ഷണിച്ചോളാം അച്ഛാ എന്ന് പറഞ്ഞ് വേഗം ആ ലിസ്റ്റ് വാങ്ങിച്ച് സന്ദീപ് നോക്കി. അപ്പോഴാണ് അനഘ പറഞ്ഞത്, എന്തായാലും ഈ നൂലുകെട്ട് ചടങ്ങ് വലിയ ആർഭാടകരമായ ഒരു ചടങ്ങ് തന്നെയായിരിക്കും അല്ലേ എന്ന് അനഘ വളരെ സന്തോഷത്തോടെ അറിയിക്കുമ്പോൾ ഇത് കേട്ട സേതുമാധവൻ പറഞ്ഞു, അതെ, ഇത് ഇത്രയും ആർഭാടകരമായി നടത്തണമെന്നത് അർച്ചനയുടെ വാശി കൊണ്ട് മാത്രമാണ് നടത്തുന്നത് എന്നറിയിച്ചു. അതൊക്കെ കേട്ടുകൊണ്ട് അവിടേക്ക് എത്തിയ ആതിര സേതുമാധവനോട് പറഞ്ഞു, അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് കേട്ടതും എന്താ മോളെ നീ പറഞ്ഞോ എന്ന് പറഞ്ഞപ്പോ ആതിര പറഞ്ഞു, അതെ, കുഞ്ഞിന്റെ നൂലുകെട്ടും ചോറൂണൽ ചടങ്ങും നടത്താൻ പോവല്ലേ. നൂലുകെട്ട് ചടങ്ങ് എന്റെ വീട്ടിൽ, അതായത് നടത്തണം എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട ഉടനെ തന്നെ മീര പറഞ്ഞു, അതിരെ നീ എന്താ ഈ മുതിർന്നവരായിട്ടുള്ളവരെല്ലാവരും ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഉടനെ ആതിര അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അതെ അതെ, അല്ലാതെ ഇതായാലും ഒറ്റയ്ക്ക് തീരുമാനം
എടുത്ത തീരുമാനമാണിത് എന്ന് സന്ദീപും അറിയിച്ചു. അപ്പോഴേക്കും ഉടനെ സന്ദീപിന് നേരെ തിരിഞ്ഞ് ആതിര ചോദിച്ചു, ഏതാ ഈ മുതിർന്നവരെല്ലാവരും? എന്റെ ചേച്ചിയോ? എന്റെ ചേച്ചി പറയുന്ന കാര്യങ്ങൾക്കാണ് ഇവിടെ എല്ലാവരും മുൻഗണന നൽകുന്നത്. എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സന്ദീപെ നീയും ഞാനുമാണ്, അച്ഛനും അമ്മയുമായ നമ്മൾ രണ്ടുപേരുമാണ്, അല്ലാതെ മറ്റാരുമല്ല ഈ കാര്യത്തിൽ തീരുമാനം പറയേണ്ടത് എന്ന് പറഞ്ഞതും കലിയോടെ സന്ദീപ് ആതിരയെ നോക്കുന്നു. ആതിരെ, നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോ അർച്ചന തന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് ആതിര ഇങ്ങനെ സംസാരിക്കുന്നത് മനസ്സിലാക്കി ആകെ വേദനയോടെ തലകുനിച്ചു നിൽക്കുന്നു.